ചെയ്യാൻ പോകുന്നത് BGC 113 ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എല്ലാ ബ്ലോക്കിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതും അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് ബ്ലോക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹെൻറി ഗിബ്സൺ ആണ്. അപ്പോൾ ഹെൻറി ഗിബ്സൺ എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ ഡ്രാമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡും അത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ് ഉള്ളത്. അപ്പോൾ ഇൻഫ്ലുവൻസിൽ മെയിനായിട്ടുള്ളത് ഔട്ട്വേർഡ് അപ്പിയറൻസ് ദാൻ അവർ ജെനുവിൻ മോറൽ വാല്യൂസ്. അതായത് സൊസൈറ്റി എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് പുറമേ കാണുന്ന ഇതിലാണ്, അല്ലാണ്ട് ശരിക്കും സത്യം എന്താണ് എന്നുള്ളതിനേക്കാളും പുറമേ ഒരാളുടെ പുറം മോടിയിലാണ് സൊസൈറ്റി കൂടുതലും വാല്യൂ ചെയ്യുന്നത്. ആ ഒരു തീമാണ് നമുക്ക് ഗോസ്റ്റ് പ്ലേയിലും കാണാൻ പറ്റുന്നത്. പിന്നെ ഹെൻറി ഗിബ്സൻ്റെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൈസ് ഓഫ് റിയലിസവും നാച്ചുറലിസവും. അപ്പം റിയലിസവും നാച്ചുറലിസവും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ അത് എങ്ങനെയാണ് ഫ്രഞ്ച് റെവല്യൂഷനും റൊമാൻറ്റിക് റെവല്യൂഷനും അതിനെങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആയതെന്ന് നോക്കാം. ഇപ്പോൾ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻസ് ലൈഫ് വാസ് ട്രൂത്ത്ഫുള്ളി, റിജക്ട് ഐഡിയലൈസ്ഡ് എക്സാജറേറ്റഡ് സിറ്റുവേഷൻസ്, വെഴ്സിമിലിറ്റ്യൂഡ് എന്നൊരു ടേം നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അതായത് റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം, റിയലിസം എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട്, എല്ലാം ട്രൂത്ത്ഫുള്ളായിട്ട് അവതരിപ്പിക്കുന്നു, ഒന്നും എക്സാജറേറ്റ് പറയുന്നില്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഓർഡിനറി ആയിട്ടുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ് റിയലിസം. അവിടെ വലിയ ഹീറോയിക് കിങ്ങിൻ്റെയും ക്യൂവിൻ്റെ അങ്ങനത്തെ സ്റ്റോറീസ് അല്ല ഉള്ളത്, ഓർഡിനറി ക്യാരക്ടേഴ്സാണ്. അതുപോലെ സോഷ്യൽ ക്രിറ്റിസിസമാണ്, അതായത് സൊസൈറ്റിയിലുള്ള ഇൻഇക്വാലിറ്റി, കറപ്ഷൻ, അങ്ങനെയുള്ള ഇൻജസ്റ്റിസായ പ്രശ്നങ്ങളെ എക്സ്പോസ് ചെയ്യുകയാണ് റിയലിസത്തിൽ. നാച്ചുറലിസം എന്ന് പറയുന്നത് കുറച്ചുകൂടി സയൻറ്റിഫിക് ആണ്. അതായത് അവരുടെ ഒരു വിശ്വാസത്തിൽ ഹ്യൂമൻ ഹാവ് നോ ഫ്രീഡം ടു കൺട്രോൾ ദർ ലൈഫ് ബിക്കോസ് ബിഹേവിയർ ഈസ് ഷേപ്ഡ് ബൈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ഓൾറെഡി തീരുമാനിച്ചതാണ്. എങ്ങനെ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഹെറിഡിറ്ററിയും എൻവയോൺമെൻറ്റിൽ നിന്നുമാണ് ഒരാളുടെ ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നാണ് നാച്ചുറലിസം ബിഹേവ് ചെയ്യുന്നത്. നാച്ചുറലിസം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എമിലി സോള അദ്ദേഹമാണ് നാച്ചുറലിസത്തിൻ്റെ ഡിസ്കവറിക്ക് പിന്നിലുള്ള ആൾ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ആണ്. പിന്നെ നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇബ്സൻ്റെ വർക്ക്സിലെ പ്രത്യേകതകളാണ്. റിയലിസ്റ്റിക് എലമെൻറ്റ്സ് ആണ്, പിന്നെ നാച്ചുറലിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ സോഷ്യൽ പ്രോബ്ലംസ് വിത്തൗട്ട് ഐഡലൈസിങ് ഇറ്റ്. അതായത് സോഷ്യൽ പ്രോബ്ലംസ്, സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഇഷ്യൂസ് ഒരു മറയും കൂടാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അതായത് അദ്ദേഹം എന്താണ് ഡ്രാമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്, റിയലിസം, ഡ്രാമയിൽ റിയലിസം എന്നൊരു ഇത് കൊണ്ടുവന്നു, സോഷ്യൽ പ്രോബ്ലം പ്ലേസ്. അതുപോലെ മോഡേൺ ഡ്രാമേൻ്റെ സ്ട്രക്ചർ തന്നെ മാറ്റി, റിയലിസ്റ്റിക് ഡയലോഗ്സ് യൂസ് ചെയ്തു, കോൺട്രിബ്യൂഷൻ ടു സ്റ്റേജ് ക്രാഫ്റ്റ്, മിനിമൽ റിയലിസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിച്ച് സ്റ്റേജ് ഡിസൈനിങ്. അതുപോലെ കമ്പൈൻ ഓഫ് നാച്ചുറലിസം ആൻഡ് റിയലിസം, റിയലിസവും നാച്ചുറലിസവും കമ്പൈൻ ചെയ്തുള്ള സ്റ്റോറി ടെല്ലിംഗ് രീതി ഉപയോഗിച്ചു. Encouraged audience to question accepted beliefs instead of blindly following traditions. അതായത് സമൂഹത്തിലുള്ള ട്രഡീഷൻസ്, അതായത് കാലാകാലങ്ങളായി കൈമാറി വന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിന് പകരം മോശമായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനും അത് ക്വസ്റ്റ്യൻ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ഡ്രാമാസ് ഹെൽപ്പ് ചെയ്തു. മിസ്സസ് ഹെലൻ ആൽവിങ്, അതായത് അതിലെ മെയിൻ ക്യാരക്ടറായ ഹെലൻ ആൽവിങ്ങിനെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഹെലൻ ആൽവിൻ ആസ് എ ട്രാജിക് ഹീറോയിൻ. ഒരു ട്രാജിക് ഹീറോയിൻ നമുക്കെങ്ങനെ പറയാം, നമുക്ക് പറയാം അൺഹാപ്പി മാരേജ്, അതുപോലെ ഹെർ കോൺസ്റ്റൻറ്റ് സാക്രിഫൈസ്, ബാക്കിയുള്ളവർക്ക് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് സ്വന്തം സന്തോഷവും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ജീവിച്ചു. പിന്നെ ഹോണ്ടഡ് ബൈ ദ പാസ്റ്റ്, എപ്പോഴും പാസ്റ്റ് അത് അവളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മകൻ്റെ മരണം, ഇതൊക്കെ ട്രാജിക് ഹീറോയിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിലുള്ളത് തീംസാണ്. എന്തൊക്കെയാണ് തീംസ് ഉള്ളത്? സോഷ്യൽ ഹിപ്പോക്രസി, അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി, പിന്നെ ട്രൂത്ത് വേഴ്സസ് ലൈ, ഇൻഡിവിജ്വൽ ഫ്രീഡം, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഐഡിയലിസം ആൻഡ് റിയാലിറ്റി, പിന്നെ ഫാമിലി റിലേഷൻഷിപ്പ്. ഇതൊക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്ന തീംസ്. പിന്നെ ഡ്രാമേൻ്റെ കാര്യത്തിൽ ഗോസ്റ്റ് ഡ്രാമയിൽ റിയലിസം എങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയൊക്കെയാണ്, ഓർഡിനറി ക്യാരക്ടേഴ്സാണ്,
അതായത് വലിയ പ്രശസ്തിയും ഇതുള്ള ആളുകളല്ല, ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ. സോഷ്യൽ പ്രോബ്ലംസ് പോർട്രേ ചെയ്തു. അതുപോലെ നാച്ചുറൽ ഡയലോഗ്, റിയലിസ്റ്റിക് സെറ്റിംഗ്, പിന്നെ ക്രിറ്റിസിസം ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് മാരേജിനെ കുറിച്ചും നല്ല ഹാപ്പി മാരേജ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട സൊസൈറ്റീൻ്റെ ഇമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ക്രിട്ടിസൈസേഷനും കോസ് ആൻഡ് എഫക്റ്റ് സിസ്റ്റം, അതായത് എല്ലാം നടക്കുന്നതിന് പിന്നിൽ ഒരു കൃത്യമായ ഒരു റീസൺ ഉണ്ട്. അതുപോലെ പൊസിഷൻ ഓഫ് വുമൻ, സ്ത്രീക്ക് സമൂഹത്തിലുള്ള നില, അതുപോലെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ളതിൻ്റെ എത്രത്തോളം അവർക്ക് എടുക്കാൻ പറ്റും, അങ്ങനെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗോസ്റ്റ് ആസ് എ പ്രോബ്ലം പ്ലേ. പ്രോബ്ലം പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് വിച്ച് ഡിപ്പിക്റ്റ് ദ സോഷ്യൽ ഇഷ്യൂസ്, അതായത് റിയൽ ലൈഫ് പ്രസൻറ്റ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമുക്ക് പ്രോബ്ലം പ്ലേ എന്ന് പറയാം. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം, ഗോസ്റ്റിൽ ഓൾറെഡി പല സോഷ്യൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നോക്കുക. പിന്നെ സിംബലിസം, പ്ലേയിലുള്ള സിംബലിസം എന്തൊക്കെയാണ്? ഗോസ്റ്റ്, ഓഫനേജ്, പിന്നെ പാസ്റ്റർ മാൻഡർ. നമുക്ക് ക്യാരക്ടേഴ്സിനും ഒരു സിംബോളിക് ക്യാരക്ടറായിട്ട് സിംബലിസത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഓസ്വാൾഡ് ഇൽനെസ്, ഓസ്വാൾഡിനുണ്ടാകുന്ന രോഗം, അതെന്തിനെ സിംബലൈസ് ചെയ്യുന്നു? പ്രീവിയസ് ജനറേഷൻ്റെ സിൻസും മിസ്റ്റേക്സും. പിന്നെ മിസ്സിസ് ആൽവിൻ, ക്യാപ്റ്റൻ ആൽവിൻ, റെജീന. പിന്നെ ഒരു റെയിനി ആൻഡ് ഗ്ലൂമി വെതർ. പ്ലേൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം ഒരു റെയിനി ആൻഡ് ഗ്ലൂമി വെതറാണ് ഉള്ളത്. അപ്പോൾ ആ കാലാവസ്ഥ കാണിക്കുന്നത് എന്താണ്? സാഡ്നെസ് അല്ലെങ്കിൽ അൺഹാപ്പി ആണ് എന്നുള്ളത്. പിന്നെ സൺ, പിന്നെ ഫയർ, അതായത് ആൽവിൻ നിർമ്മിച്ച ഓഫനേജ് കത്തി നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് പാസ്റ്റ് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ച അത് തകർന്ന് പോകുന്നതാണ് അതിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് ബ്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ബെർട്ടോൾഡ് ബ്രെത്തിൻ്റെ ഇതാണ്. അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ മെയിനായിട്ട് നോക്കാനുള്ളത് പിസ്കട്ടറിൻ്റെ പേർപ്പസാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഡ്രാമയിലേക്ക്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ അദ്ദേഹം ഡ്രാമാസ് ക്രിയേറ്റ് ചെയ്തത് മെയിനായിട്ട് ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ്. അതുപോലെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കോണ്ടംപററി ഈവൻറ്റ്സ് സത്യസന്ധമായി അത് പ്രസൻറ്റ് ചെയ്യാനും കൂടിയാണ് തിയേറ്റർ അദ്ദേഹം കണ്ടിരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഓഫ് ഫിലിം പ്രൊജക്ഷൻ, യൂസ് സ്ലൈഡ്സ്, ചാർട്ട്, ഗ്രാഫ്, പ്ലെക്കാർഡ്സ്, ബാനേഴ്സ്, അതുപോലെ നരേഷൻ ആൻഡ് കമൻട്രി യൂസേജ്, ഡോക്യുമെൻ്ററി മെറ്റീരിയൽ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. അപ്പം പ്ലേൻ്റെ പിറകിൽ ഫിലിം പ്രൊജക്ഷൻസ് യൂസ് ചെയ്യുക. അതുപോലെ പ്ലേയിൽ സ്ലൈഡ്സും ചാർട്ടും ഗ്രാഫൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ കമൻട്രി ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ കളക്റ്റീവ് ആക്ടിങ്, അല്ലാതെ ഒരു സിംഗിൾ ഹീറോ, ഒരാൾ ഹീറോയായി അങ്ങനെയുള്ള പ്ലേസിനെ ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു കളക്റ്റീവ് ആക്ടിങ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിൽ നോക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ദ ഗുഡ് വുമൺ ഓഫ് ദിജോൺ, അതിലാണ് മെയിനായിട്ടുള്ളത്. അപ്പം അതിൽ എപ്പിക് തിയേറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഏലിയേഷൻ എഫക്റ്റ്, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എപ്പിക് തിയേറ്ററിൻ്റെ ഫീച്ചേഴ്സ് കുറച്ച് പറയാം. അത് ഡെവലപ്പ് ചെയ്തത് ബെർട്ടോൾഡ് ബ്രെത്തിൻ്റെ ഐഡിയാസിൽ നിന്നാണ്. അത് അദ്ദേഹം എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളെ എൻ്റർടൈൻ ചെയ്യാനല്ല, എഡ്യൂക്കേറ്റ് ചെയ്യാനും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനും വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് വേണ്ട ഒരു നിർബന്ധം എന്താണെന്ന് വെച്ചാൽ പ്ലേ കാണുമ്പോൾ ആളുകൾ അതിൽ ഇമോഷണലി അറ്റാച്ച്ഡായി അതിൽ വളരെ അറ്റൻറ്റീവായി പോകരുത്. അവർക്ക് ധാരണ ഉണ്ടാവണം നിങ്ങളൊരു പ്ലേ ആണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം യൂസ് ചെയ്തത് അതിന് വേണ്ടിയിട്ട് ഏലിയേഷൻ എഫക്റ്റ്, അതായത് ആളുകളെ ഇതിൽ നിന്ന് ഇമോഷണലി അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ് ഏലിയേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ വി എഫക്റ്റ്. പിന്നെ ഓരോ ക്യാരക്ടറും എപ്പിസോഡിക്കാണ്. അതുപോലെ ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ ഓൾറെഡി അദ്ദേഹം റിവീൽ ചെയ്യും പ്ലേയിൽ, അതായത് കമൻട്രി പോലെ അറിയിക്കും. അപ്പോൾ അത് സസ്പെൻസ് എന്ന മെയിൻ ഒരു എലമെൻ്റാണ് പ്ലേയിലെ, അതിനെ ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം സ്റ്റേജ് സെറ്റിങ്സൊക്കെ വളരെ സിമ്പിളാണ്. അതുപോലെ സോങ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ആളുകളെ അതിൽ നിന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മളൊരു ഡ്രാമയാണ് കാണുന്നത്, അതുപോലെ ഈ ഓൾറെഡി കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നു. അപ്പോൾ ആളുകൾക്ക് അടുത്തത് എന്താ സംഭവിക്കുന്നതെന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ അവർ എൻകറേജ് ചെയ്യുകയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ വേണ്ടി
ബർട്ടോൾട്ട് ബ്രെറ്റ് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെപ്പോഴും ഒരു ഓപ്പൺ എൻഡിങ് ആയിരിക്കും. അതായത് കൃത്യമായൊരു സൊല്യൂഷൻ ഒന്നും പറഞ്ഞ് തീർക്കാതെ ആയിരിക്കും ഇത് ഇരുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഇൻ്റർഫിയർ ദി ഓഡിയൻസ്. അതായത് ഓഡിയൻസ് അതിലൊരു ഭാഗമാവണം. ദേ ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനൊരു ആൻസർ കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് ഓഡിയൻസ് ആണ്. അതുപോലെ ഇറ്റ് ഓൾവേസ് ബ്രേക്ക് ദ ഫോർത്ത് വാൾ. അതായത് പലപ്പോഴും പ്ലേയേഴ്സിൽ നിന്ന് വിട്ട് ഓഡിയൻസോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എപ്പിക് തിയേറ്ററിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതൊക്കെയാണ് അതിൽ നോക്കാനുള്ളത്. പിന്നെ സ്പാസും ഗസ്റ്റസും, ബ്രെത്തിൻ്റെ സ്പാസ് ആൻഡ് ഗസ്റ്റസ്. സ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററൽ ടെക്നിക്കാണ്. ഹ്യൂമറും ഐറണിയും ഒക്കെ പ്രസൻറ്റ് ചെയ്യാൻ, സീരിയസ് ഇഷ്യൂസിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കിനാണ് സ്പാസ് എന്ന് പറയുന്നത്. ഗസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റർ, അതായത് ആക്ടിങ് എന്ന് പറയുന്നത് ഡയലോഗ് ഡെലിവറി മാത്രമല്ലല്ലോ. അപ്പോൾ ഇത് ഫിസിക്കൽ എക്സ്പ്രഷൻസും മൂവ്മെൻറ്റ്സുമാണ്. അപ്പം അത് ഗസ്റ്റസ്. അപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധിക്കാം, ഈ ആക്ടിങ് സ്റ്റൈൽ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത് ചാർലി ചാപ്ലിനാണ്. ചാർലി ചാപ്ലിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് അദ്ദേഹത്തെ ഗസ്റ്റസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് യൂണിറ്റിലുള്ളത്. ഇനി തേർഡ് യൂണിറ്റ് തീംസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ. മേജർ തീംസ് ഇതിലെന്താണ്? ഗുഡ്നെസ്സും സർവൈവലുമാണ്. അതായത് നന്നായിട്ട് കൈൻഡായിട്ട് ജീവിക്കുകയും അതിനോടൊപ്പം കറപ്റ്റഡായ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യുകയും ചെയ്യണം. അപ്പം അത് പോവേർട്ടി ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, ഡുവൽ ഐഡൻറ്റിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, റിലീജിയൻ ആൻഡ് മൊറാലിറ്റി, ജസ്റ്റിസ് ആൻഡ് ഇൻജസ്റ്റിസ്, ഹ്യൂമൻ നേച്ചർ, ലവ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്, ഹോപ്പ് ഫോർ സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അതിലുള്ളത്. പിന്നെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഈ സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെ നമുക്ക് ഏത് ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റോറീൻ്റെത്, അപ്പോൾ അത് ചെക്ക് ചെയ്യാം. പിന്നെ ഉള്ളത് സ്ട്രക്ചറാണ്. ഈ പ്ലേൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ആദ്യം ഒരു പ്രൊലോഗുണ്ട്. അതായത് വാട്ടർ സെല്ലർ വഴി സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പിന്നെ അതിനുശേഷം എപ്പിസോഡിക്കായിട്ട് ഓരോ സംഭവങ്ങൾ നടക്കുന്നു. അതിനുശേഷം ഡെവലപ്മെൻറ്റ് ഓഫ് ദ കോൺഫ്ലിക്റ്റ്. അങ്ങനെ ഷെൻതായും ഷൂത്തായും തമ്മിലുള്ള ആ ഷൂത്തായിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കാണാം. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് സോങ്സ് കാണാം. ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സിൻ്റെ എല്ലായിടത്ത് സോങ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പിസോഡിക് പ്രോഗ്രസ്, പിന്നെ ഓരോ മാറ്റങ്ങൾ വരുന്നു, ലാസ്റ്റ് ക്ലൈമാക്സ്. പിന്നെ അതിനുശേഷം എപ്പിലോഗ്, ഒരു ഓപ്പൺ എൻഡിങ്ങിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്ലേ നിർത്തുന്നു. പിന്നെ ഉള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് സോങ് എന്തിനാണ് ഈ സ്റ്റോറിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. സോങ് ക്രിയേറ്റ് ഏലിയേഷൻ എഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ ബോധവാന്മാരാക്കാൻ, അതായത് നിങ്ങളൊരു പ്ലേ ആണ് കാണുന്നത് എന്ന് അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് സോങ്സ് ഇതാക്കുന്നത്. അതുപോലെ സോങ്സ് കമൻറ്റ് ഓൺ ദ ആക്ഷൻ, ദേ എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഹാപ്പൻസ്. അതായത് എന്തുകൊണ്ടാണ് ഈ സീൻ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് നടക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി അവർക്കൊരു ഐഡിയ കൊടുക്കുന്നു. അതുപോലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ക്രിറ്റിസിസം പ്രസൻറ്റ് ചെയ്യാനും സോങ്സ് യൂസ് ചെയ്യുന്നു. ബ്രേക്ക് ദി ഇല്യൂഷൻ ഓഫ് റിയാലിറ്റി, സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഹെൽപ്പ് ആക്ടേഴ്സ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദ ക്യാരക്ടർ. അതായത് ആളുകൾ അഭിനയിക്കുന്നതിൽ നിന്ന്, കഥാപാത്രത്തിൽ നിന്ന് മാറാൻ, അതായത് എഫക്റ്റിന് വേണ്ടി, അതായത് ആളുകളെ ഇത് നമ്മളൊരു ഡ്രാമയാണ് കാണുന്നത് എന്നുള്ളൊരു ബോധം കൊണ്ടുവരാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് നോട്ട് ചെയ്യേണ്ട കാരണം, ഇങ്ങനെയുള്ള പ്ലേസിൽ കുറച്ച് കൊട്ടേഷൻസ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റോറി അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2-3 വട്ടം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഏത് പാർട്ടിലാണ് ഈ കാര്യം വരുന്നത് എന്നുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ബ്ലോക്ക് 3 വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് തിയേറ്റർ ഓഫ് അബ്സേർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ലൈഫിനെ മീനിങ്ലെസ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു ലോജിക്കും ഇല്ല, വളരെ ശൂന്യമായ, ഒരു അർത്ഥശൂന്യമായ ഒരു ഇതായിട്ടാണ് ഹ്യൂമൻ ലൈഫിനെ തിയേറ്റർ ഓഫ് അബ്സേർഡ് കാണുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട് എന്ന് പറയുന്ന പ്ലേ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡ് ആണ്. എങ്ങനെയൊക്കെ നമുക്ക് പറയാം? ആബ്സെൻസ് ഓഫ് കൺവെൻഷണൽ പ്ലോട്ട്. അതായത് പരമ്പരാഗതമായ ആളുകൾ കഥ പറയുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണിത്. ആ ഒരു പ്ലോട്ട് നമുക്കിതിൽ കാണാനേ പറ്റില്ല. അതുപോലെ തീം ഓഫ് വെയിറ്റിംഗ്, അതായത് മനുഷ്യൻ്റെ നിരന്തരമായ കാത്തിരിപ്പ്. അതായത് ചിലപ്പോൾ നടക്കാനോ നടക്കാതിരിക്കാനോ ചാൻസ് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുപോലെ മീനിങ്ലെസ് ഓഫ് എക്സിസ്റ്റൻസ്, സൈക്ലിക് സ്ട്രക്ചർ. നമുക്ക് വെയിറ്റിംഗ് ഫോർ ഗോഡോട്ടിൽ കാണാം, സൈക്ലിക് സ്ട്രക്ചറായിട്ടാണ് നടക്കുന്നത്. അതായത് അവർ കാണുന്നു, സംസാരിക്കുന്നു, കഥാപാത്രങ്ങൾ വരുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, പോകുന്നു, പിന്നെയും കാത്തിരിക്കുന്നു, ബോയ് വരുന്നു, ബോയ് സെയിം പറയുന്നു, പിന്നെ പോകുന്നു. ഇങ്ങനൊരു സൈക്ലിക്കായിട്ട് റിപ്പീറ്റേഷനാണ്. പിന്നുള്ളത് ക്യാരക്ടേഴ്സ്, ഓർഡിനറി ക്യാരക്ടേഴ്സാണ്.
നമുക്കൊക്കെ നമ്മൾ ചുറ്റുമൊക്കെ കാണുന്ന ആളുകളെയാണ് നമുക്ക് ഇങ്ങനത്തെ പ്ലോട്ടിൽ കാണാൻ പറ്റുക. പിന്നെ മിസ്റ്റീരിയസ് ഫിഗർ ഓഫ് ഗോഡോട്ട് ആരാന്ന് പറയുന്നില്ല. കുറേ ക്രിട്ടിക്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് ഹോപ്പ് ആവാം, ഡെത്ത് ആവാം, സക്സസ് ആവാം, അല്ലെങ്കിൽ നമ്മളെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കാം. അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ഫിഗറാണ് ഗോഡോട്ട്. പിന്നെ യൂസ് ഓഫ് ലാംഗ്വേജ്, റിപ്പീറ്റഡ് ആയിട്ടും ഡിസ്കണക്റ്റഡ് ആയിട്ടും, അതായത് മീനിങ്ലെസ് ആയിട്ടുള്ള പല കോൺവെർസേഷനും നമുക്കിതിൽ കാണാം. അതിൽ ലക്കീൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്. അദ്ദേഹത്തെ പോസോ എന്ന് പറയുന്ന വെൽത്തി ഓണർ വിൽക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ലക്കി ഇവരോടൊരു സ്പീച്ച് പറയുന്നുണ്ട്. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു തിയേറ്റർ ഓഫ് അബ്സേർഡ് ആണെന്ന് തെളിയിക്കാൻ നമുക്ക് പറയാൻ പറ്റുന്ന പോയിൻറ്റ്സാണ്. പിന്നെ ഗ്യാപ്പ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ആക്ഷൻ, അതായത് ഇവർ തോട്ടും ആക്ഷനും തമ്മിലുള്ള ഗ്യാപ്പ്. അതായത് ലാസ്റ്റ് നമുക്ക് കാണാം ലെറ്റ്സ് ഗോ എന്നവർ പറയുമെങ്കിലും സ്റ്റേജ് ലീഡർ പറയുന്നുണ്ട് ബട്ട് ദേ ഡു നോട്ട് മൂവ്, പക്ഷെ അവർ അനങ്ങിയിട്ടില്ല എന്ന്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ചെറിയ കൊട്ടേഷൻസും ഓർത്ത് വെക്കാനും എളുപ്പമാണ്. അങ്ങനെയുള്ളതും കൂടി ഓർത്ത് വെക്കുകയാണെങ്കിൽ എസ്സേ എഴുതുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മിക്സ്ചർ ഓഫ് കോമഡി പ്ലസ് ട്രാജഡി, അതായത് ട്രാജിക് കോമഡി നമുക്കിതിൽ കാണാം. ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ആ ഒരു സീനിലൊക്കെ നമുക്ക് കാണാം. ബ്രാഞ്ച് ഒടിഞ്ഞു പോകും, സ്ട്രോങ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു കോമഡി ഇൻക്ലൂഷനാണ്. പിന്നെ സിമ്പിൾ സെറ്റിംഗ് നമുക്കതിൽ കാണാം. ഒരു കൺട്രി റോഡാണ്, ഒരു ട്രീ ഉണ്ട്, ഒരു ഈവനിങ് ആണ്, അത്രയേ ഉള്ളൂ സെറ്റിങ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ റിജക്റ്റ് റിയലിസം, എക്സിസ്റ്റൻഷ്യൽ തീംസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കമ്പാനിയൻഷിപ്പ്. അതിൽ നമുക്ക് പറയാം വ്ളാഡിമറും ഈസ്റ്റർഗണും, ഈ രണ്ട് ട്രാംസിൻ്റെ കഥയാണത്. അപ്പോൾ അതിൽ അവർ രണ്ടുപേരും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും ആർഗ്യൂ ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കമ്പാനിയൻഷിപ്പ്. പിന്നെ ഓപ്പൺ എൻഡിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല, ഇനിയും വരുമോ എന്നറിയില്ല, പക്ഷെ അവർ വെയിറ്റ് ചെയ്യാണ്. അതുപോലെ സിമ്പിൾസ്, സ്റ്റോറിയിലുള്ള സിമ്പിൾസും. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിലെ യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ വേഗം കിട്ടും പോയിൻറ്റ്സ്. പിന്നെ അത് കുറച്ച് വലിച്ചു പരത്തി എഴുതണം എന്നുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒന്നാമത് സിമ്പിൾ ആൻഡ് എവറി ഡേ ലാംഗ്വേജ്, അതിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ അറിയാം സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ റിപ്പീറ്റേഷൻ, ചില വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത് കാണിക്കുന്നത് ലൈഫിൻ്റെ നേച്ചറാണ്. അതായത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എൻലെസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ സർക്കുലർ കോൺവെർസേഷൻ, യൂസ് ഓഫ് സൈലൻസ് ആൻഡ് പോസ്, ഇത് ലോൺലിനെസ്സിനെയും അൺസർട്ടൈനിറ്റിനെയൊക്കെ കാണിക്കുകയാണ്. അതുപോലെ ഈ പ്ലേയിൽ നമുക്ക് കാണാം പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ യൂസ് ഓഫ് കോൺട്രാഡിക്ഷൻസ്, അതായത് ലെറ്റ്സ് ഗോ എന്ന് പറയുന്നു, പക്ഷേ എന്നിട്ട് അവർ എവിടെയും പോകുന്നില്ല. അത് കോൺട്രാഡിക്ഷൻസിനെ നമുക്ക് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഹ്യൂമർ ആൻഡ് വേർഡ് പ്ലേ, യൂസ് ഓഫ് സിംബോളിക് ലാംഗ്വേജ്, മിനിമം ഡയലോഗ്സ്, അവോയ്ഡ് ലോങ് സ്പീച്ചസ്, അതായത് വലിയ വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയാതെ വളരെ ചുരുക്കം ചെറിയ സിമ്പിൾ ലാംഗ്വേജിലാണ് ഈ പ്ലേ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആർട്ട് ഓഫ് ക്യാരക്ടറൈസേഷൻ, ഇതിലെ കഥാപാത്രങ്ങളായിരിക്കാണ്. വ്ളാഡിമറിനെ നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി തോട്ട്ഫുള്ളും ഇൻ്റലിജൻ്റ് ആയ ഒരാളാണ്. റിമെമ്പേഴ്സ് ബെറ്റർ, അതായത് പാസ്റ്റിൽ ഇന്നലെ നടന്ന കാര്യങ്ങൾ കുറച്ചുകൂടി വൃത്തിക്ക് പറയാൻ വ്ളാഡിമറിന് പറ്റും. അദ്ദേഹം മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ സ്പിരിറ്റ് സൈഡിനെ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഉള്ളത് ഈസ്ട്രഗൺ മെയിനായിട്ട് കൺസേൺഡ് ആണ്. എന്ത് കാര്യത്തിലാണെന്നറിയോ? ഫിസിക്കൽ നീഡ്സ്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയില്ല. റിപ്രസെൻറ്റ് ഫിസിക്കൽ ആൻഡ് ഇമോഷൻ സൈഡ്. ഹീ സഫേഴ്സ് ഫ്രം ഹങ്കർ, പെയിൻ, ലോൺലിനെസ് ആൻഡ് ഫിയർ. അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നതിനെ പറ്റി സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളെ ഹ്യൂമൻ്റെ ഒരു ഫിസിക്കൽ ഇമോഷണൽ സൈഡിനെ സൂചിപ്പിക്കുകയാണ് ഈസ്ട്രഗൺ. പിന്നെ നമുക്ക് കാണാം പോസോ, നമ്മൾ പറഞ്ഞ വെൽത്തി ലാൻഡ് ഓണർ, സിമ്പിൾ ഓഫ് പവർ. ഒന്നാമത്തെ സീനിൽ നമുക്ക് കാണാം അദ്ദേഹം വളരെ സെൽഫിഷ് ആൻഡ് പ്രൗഡാണ്, ലക്കീനെ വളരെ ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കാണാം അദ്ദേഹം ബ്ലൈൻഡായിട്ട് ഹെൽപ്ലെസ് ആണ്, ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. ഇത് കാണിക്കുന്നത് എന്താണ്? അൺസർട്ടൈനിറ്റി ഓഫ് ലൈഫ്. അതായത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പം നമ്മൾ നല്ല റിച്ച് ആണെങ്കിൽ നമുക്ക് നാളെ ചിലപ്പം റിച്ചായി പോകണമെന്നില്ല, എല്ലാം ടെമ്പററി ആണ്. അപ്പം അതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ ലക്കി, സിമ്പിൾ ഓഫ് ഒപ്രഷൻ, അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒപ്രസ്ഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് കമ്മ്യൂണിറ്റീനെയാണ്. അതായത് പൈസ ഇല്ലാതെ പവർ ആയിട്ടുള്ള പീപ്പിൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ടീമിനെയാണ് ലക്കി കാണിക്കുന്നത്. പേര് ലക്കി ആണെങ്കിലും ജീവിതത്തിൽ യാതൊരു ലക്കുമില്ല. പിന്നെ ദ ബോയ്, നമുക്ക് ബോയിനെ സിമ്പിൾ ഓഫ് ഹോപ്പായിട്ട് കാണാം. അതായത് എന്നും വന്ന് പറയുന്നുണ്ട്, അവരുടെ ഹോപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വരുന്നുണ്ട്, നാളെ വരും, ഉറപ്പായിട്ട് നാളെ വരും എന്ന് ഡെയിലി പറയുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. അപ്പം ബോയിനെ ഹോപ്പിൻ്റെ സിമ്പിളായിട്ട് കാണാം. പിന്നെ ഗോഡോട്ട് ആബ്സെൻ്റ് ആണെങ്കിലും അദ്ദേഹത്തിന് വലിയൊരു ഇമ്പാക്റ്റ് ഈ പ്ലേയിലുണ്ട്.
അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോഡായിട്ട് കാണാം, ഹോപ്പായിട്ട് കാണാം, ഡെത്ത്, സക്സസ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം, ഇതൊക്കെ ആയിട്ട് നമുക്ക് ഗോഡോട്ടിനെ കാണാം. പിന്നെ ഇവിടെ ഇതിൽ മെയിനായിട്ടുള്ളത് ഓൾറെഡി പറഞ്ഞ പോലെ അബ്സേർഡിസമാണ്. അത് മെയിനാണ്, അതെന്തായാലും പഠിക്കണം. വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട് ആൻഡ് അബ്സേർഡ് ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം ഇൻ ദ പ്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് തിയേറ്റർ ഓഫ് അബ്സേർഡായി മാറുന്നത് ഈ പ്ലേ, അത് നോക്കുക. അതുപോലെ എക്സിസ്റ്റൻഷ്യലിസം എങ്ങനെയാണ് ഈ പ്ലേയിലുള്ളതെന്ന് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആക്ട് സ്ട്രക്ചറാണ്, 2 സീനാണുള്ളത്. പിന്നെ സർക്കുലർ സ്ട്രക്ചർ, ആബ്സെൻസ് ഓഫ് കൺവെൻഷണൽ പ്ലോട്ട്, മിനിമൽ സെറ്റിംഗ്, ഓപ്പൺ എൻഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ യൂണിറ്റിലുള്ളത്. ലാസ്റ്റ് യൂണിറ്റായ യുഗീൻ ആനോസ്കോ, ആക്ച്വലി കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല, റൈനോസേഴ്സ് എന്ന് പറയുന്ന പ്ലേയിൽ ഇദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് ഡ്രാമ, ഇദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ഡ്രാമേൻ്റെ പ്രത്യേകതകൾ, ഇതും തിയേറ്റർ ഓഫ് അബ്സേർഡ് ആണ്. ഹ്യൂമൻ ലൈഫിന് അൺസർട്ടൈനും മീനിങ്ലെസ് ആയിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. സെയിം ആസ് സാമുവൽ ബെക്കറ്റ്, റിജക്ഷൻ ഓഫ് ട്രഡീഷണൽ പ്ലോട്ട്. പിന്നെ സിംബലിസം, റൈനോസിനെ ബ്ലൈൻഡ് കൺഫോമിറ്റി ആയിട്ടും ഫാസിസം, വയലൻസ് ഒക്കെ ആയിട്ടാണ് റൈനോസിനെ കാണിക്കുന്നത്. പിന്നെ ക്രിറ്റിസിസം ഓഫ് കൺഫോമിറ്റി, അതായത് കുറേ ആളുകൾ ഇതാണ് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും ഇതാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഫോളോ ചെയ്യുന്നവരെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അതായത് സ്വന്തമായ ഒരു നിലപാടില്ലാതെ മെജോറിറ്റി എന്താണ് തീരുമാനിക്കുന്നത് അതിന് പിറകെ, അതായത് നല്ലതാണോ ചീത്തയാണോ എന്ന് അന്വേഷിക്കാതെ അതിന് ഫോളോ ചെയ്യുന്ന ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഫാൻറ്റസി മിക്സ്ഡ് വിത്ത് റിയാലിറ്റി, അത് ഇതിൽ പറയുന്നുണ്ട്, ആളുകൾ റൈനോസേഴ്സായിട്ട് മാറുകയാണ്, ശരിക്കും അത് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവമേ അല്ല. അപ്പോൾ ഇതൊരു ഫാൻറ്റസി മിക്സ് ചെയ്തതാണ് റിയാലിറ്റിയിലൂടെ. പിന്നെ അബ്സേർഡ് ഡയലോഗ്സ്, ഹ്യൂമർ ആൻഡ് സട്ടയർ, ഓർഡിനറി ക്യാരക്ടേഴ്സ്, സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ഓപ്പൺ എൻഡിങ്. ഓപ്പൺ എൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നമുക്ക് കാണാം ബെറഞ്ചർ ഹ്യൂമനായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്കറിയില്ല അദ്ദേഹം സർവൈവ് ചെയ്യുമോ, ഹ്യൂമാനിറ്റി തിരിച്ചു വരുമോ എന്നുള്ളതൊന്നും. തീംസ് ആണ് ഇതിൽ മെയിൻ തീംസ് എന്ന് പറഞ്ഞാൽ പവർ ആസ് എ മീൻ ഓഫ് കൺട്രോൾ, പവർ, അബ്യൂസ് ഓഫ് പൊളിറ്റിക്കൽ പവർ, ജീൻ ആൻഡ് ദ അബ്യൂസ് ഓഫ് പവർ, പവർ ഓഫ് ദ മെജോറിറ്റി, പവർ ത്രൂ ഫിയർ, പവർ ആൻഡ് ലോസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി, ബെറഞ്ചേഴ്സ് റെസിസ്റ്റൻസ് ടു പവർ, അബ്യൂസ് ഓഫ് ഇൻ്റലക്ച്വൽ പവർ, പവർ വേഴ്സസ് മൊറാലിറ്റി. ഇതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പവർ ഒരു കൺട്രോളായിട്ട്, അത് റൈനോസേഴ്സിന് വളരെ സ്ട്രോങ് ആണെന്ന് കരുതി അതിനെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകൾ, അതുപോലെ കുറേ ആളുകൾ റൈനോസസിനെ ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ഇത് ഹിഡൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഐഡിയോളജീസ്, അതായത് സൊസൈറ്റിക്കും ഡാമേജ് വരുത്തുന്ന പല ഐഡിയോളജീസും ആളുകൾ ക്വസ്റ്റ്യൻ ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് പേടിച്ച് ഇതിനെ ഫോളോ ചെയ്യുന്നു, അങ്ങനെ ഫോളോ ചെയ്ത് സ്വന്തം ഐഡൻറ്റിറ്റി നഷ്ടമാകുന്നു. ഇങ്ങനെ തീംസാണ് ഇതിലുള്ളത്. പിന്നെ ബെറഞ്ചറാണ് ഇതിലെ മെയിൻ ആൾ. അദ്ദേഹം സ്റ്റാർട്ടിങ്ങിൽ വളരെ ലോൺലി ആൻഡ് ഡിസ്സാറ്റിസ്ഫൈഡ്, അതായത് ഒരു ഡ്രങ്കാർഡാണ്, അൺടൈഡി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹമാണ് ലാസ്റ്റ് ഹ്യൂമൻ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്ത് ഹ്യൂമനായിട്ട് നിൽക്കുന്നത്. ബാക്കി അദ്ദേഹത്തിന് ചുറ്റുമുള്ള നോളജബിൾ ആയിട്ടുള്ള ഇൻ്റലക്ച്വലായ പല ആളുകളും എന്താണ് സൊസൈറ്റി ഫോളോ ചെയ്ത് റൈനോസേഴ്സായി മാറുന്നത് നമുക്ക് കാണാം. പിന്നെ ഇതിലുള്ള മെയിൻ തീംസ് വേറെ റൈനോസേഴ്സ്, ഇൻഡിവിജ്വാലിറ്റി, കൺഫോമിറ്റി, അതോറിറ്റി, ഹോപ്പ് ആൻഡ് ഹ്യൂമൻ കറേജ്, അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി, ഫ്രീഡം ആൻഡ് ചോയ്സ്, ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ, ഹ്യൂമൻ ഐഡൻറ്റിറ്റി. പിന്നെ ഇതിൽ പഠിക്കാനുള്ളത് റൈനോസേഴ്സ് ആസ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് പ്ലേ. എവറി ഇൻഡിവിജ്വൽ മസ്റ്റ് മേക്ക് ഇൻഡിപെൻഡൻറ്റ് ചോയ്സ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദം. എക്സിസ്റ്റൻഷ്യലിസത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും ഇൻഡിവിജ്വലായിട്ട് ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പം അത് എടുക്കുമ്പം അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും അവർക്കുണ്ട്. അതുപോലെ ഫ്രീഡം ഈസ് ഓൾവേസ് അക്കമ്പനിഡ് ബൈ റെസ്പോൺസിബിലിറ്റി. Search for identity. Life has no fixed meaning. People must create meaning through their own actions. പിന്നെ ചോയ്സ് ഓവർ കൺഫോമിറ്റി, അബ്സർഡ് വേൾഡ് ആൻഡ് എക്സിസ്റ്റൻസ്. പിന്നെ പറയാനുള്ളത് റൈനോസേഴ്സിൻ്റെ ആസ് എ ട്രാജിക് കോമഡി. ഇതിൽ നമുക്ക് എങ്ങനെ ട്രാജിക് കോമഡി ആയിട്ട്, ഇതിൽ പല സിറ്റുവേഷൻസ് ഉണ്ട് ട്രാജിക് കോമഡി പറയാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് മീനിങ്ലെസ് ഡിബേറ്റ് ഓഫ് പീപ്പിൾ. അതിനൊരു എക്സാമ്പിളാണ് കോമിക്കിന്. അതായത് ആദ്യം അവരുടെ സ്ട്രീറ്റിൽ റൈനോസേഴ്സ് വരുന്ന സമയത്ത് ആളുകൾ ഇതിൻ്റെ ഡേഞ്ചർ മനസ്സിലാക്കാതെ ആളുകൾ ഡിസ്കസ് ചെയ്യുക, ഡിബേറ്റ് ചെയ്യുകയാണ്. എന്തിനെക്കുറിച്ച്, ഇത് ഏത് ടൈപ്പ് റൈനോസറാണെന്ന്, ഏഷ്യൻ റൈനോസറാണോ അതോ ആഫ്രിക്കൻ റൈനോസറാണോ എന്ന് ഇവർ ഡിസ്കസ് ചെയ്യുകയാണ്. പിന്നുള്ളത് ക്യാരക്ടർ ഓഫ് ബെറഞ്ചറിൻ്റെ ക്യാരക്ടർ ഒരു കോമഡി ഫോമിലാണ്. അതായത് അൺടൈഡി ആയി എപ്പോഴും കള്ളു കുടിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ്
ബെറഞ്ചറിനെ കാണാൻ പറ്റുക. പിന്നെ ജീൻസ് ട്രാൻസ്ഫോർമേഷൻ. ജീൻ എന്ന് പറഞ്ഞ ആളുടെ റൈനോ ആയിട്ട് മാറുന്നതിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് ആകെ അയാളുടെ ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് ബുക്കിൽ കാണുക. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ലൗഡ് നോയ്സ്, എക്സാജറേറ്റഡ് സൗണ്ട്, അങ്ങനെ പല ഇതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത്. പിന്നെ ട്രാജിക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹ്യൂമാനിറ്റി നഷ്ടപ്പെടുന്നത്, അതായത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാജിക് എലമെൻറ്റ്. ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ളതാണല്ലോ ഈ സ്റ്റോറി. അപ്പോൾ ഇതൊരു ട്രാജിക് കോമഡി പ്ലേ ആണെന്ന് പറയാം. പിന്നുള്ളത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഇത് 3 ആക്റ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. മെയിനായിട്ട് 2 ആക്റ്റാണ്. രണ്ടാമത്തെ ആക്ട് സബ് പ്ലോട്ടായിട്ടാണ് ഒരു ആക്ട് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ആക്റ്റിൽ ബെറഞ്ചേഴ്സിൻ്റെ പേഴ്സണാലിറ്റി പറയുന്നു, അതുപോലെ റൈനോൻ്റെ അറൈവൽ, അതുപോലെ ക്യൂരിയോസിറ്റി, സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രസൻറ്റ് ഹ്യൂമർ മിക്സ്ഡ് വിത്ത് അബ്സേർഡിറ്റി. പിന്നെ സെക്കൻഡ് ആക്റ്റിൽ സ്പ്രെഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അതായത് പല ആളുകളും വേഗം റൈനോസേഴ്സായിട്ട് മാറുന്നു, ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു, ജീൻ കംപ്ലീറ്റ് ആയിട്ട് റൈനോസറായിട്ട് മാറുന്നു, അതുപോലെ ബെറഞ്ചറിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ലാസ്റ്റ് നമുക്ക് കാണാം എല്ലാവരും റൈനോസർ മാറി ബെറഞ്ചർ മാത്രം റൈനോസർ അല്ലാതെ ഹ്യൂമൻ ബീയിങ്ങായി നിൽക്കുന്നു. അദ്ദേഹം ഹ്യൂമൻ വാല്യൂസ് അതിനുവേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഒരു എൻഡ് ചെയ്യുന്നത് ഒരു ഓപ്പൺ ആൻഡ് ഹോപ്പ്ഫുൾ കൺക്ലൂഷനിലാണ്. അതായത് അദ്ദേഹം നിലനിന്നു ഹ്യൂമനായിട്ട്, പക്ഷെ അദ്ദേഹം സർവൈവ് ചെയ്തു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് അബ്സേർഡിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ബീയിങ്സ് ആസ് റൈനോ. പിന്നെ റിയാക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, ബ്രേക്ക് ഡൗൺ ഓഫ് ലോജിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ക്യാരക്ടർ ഓഫ് ജീൻ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെയ്സി ആൻഡ് ബെറഞ്ചർ, എൻഡിങ് ഓഫ് ദി പ്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ബ്ലോക്കിലും അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി നന്നായിട്ട് അറിയാം, ക്യാരക്ടേഴ്സിൻ്റെ പേര് അറിയാം. അത് നന്നായിട്ട് അറ്റ്ലീസ്റ്റ് മലയാളത്തിൽ കഥ കേട്ടെങ്കിൽ അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് എസ്സേ ഉണ്ടെങ്കിലും നമുക്ക് എഴുതാൻ ഒരു പരിധി വരെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് BGC 113 മെയിനായിട്ട് നോക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.